ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു ബിബി അപ്ഡേറ്റ്സ്. ഷാനവാസ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഏകദേശം നല്ല രീതിയിൽ തേഞ്ഞ് ഒട്ടിയതായിരുന്നു. ഷാനവാസ് എഗെയിൻ റൂള് തെറ്റിച്ചു, അതായത് ലാലേട്ടിന് കൊടുത്ത വാക്ക് തെറ്റിച്ചു. ആദ്യമായിട്ടുള്ള വഴക്കിൽ എടി പോടി എന്നുള്ള വലിയ സംസാരവും കാര്യങ്ങളൊക്കെ അവിടെ വന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ക്വിറ്റിംഗ് ടെൻഡൻസി വന്നു. അപ്പം 3 ഘട്ടങ്ങളായിട്ട് ഞാനിവിടെ കാര്യങ്ങൾ സംസാരിക്കാം. ആദ്യം ആദില നോറ ഷാനവാസ് ആയിട്ടുള്ള ബോണ്ടിങ്, പെങ്ങളൂർ ടീച്ചേട്ടച്ചൻ വൈബ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിന്നി പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ഇപ്പോൾ എടുത്തിടുകയാണ്. കാരണം ബിന്നി എവിക്റ്റായി പോണ സമയത്ത് പറഞ്ഞിരുന്നു, ഞാനൊരു ബൗണ്ടറി വെച്ചിരുന്നു, കൂടുതലായിട്ട് ആളുകളായിട്ട് ഞാൻ അറ്റാച്ച് ആയിരുന്നില്ല. പലരായിട്ടും എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും ഞാൻ ഒരു അറ്റാച്ച്മെന്റ് കാണിച്ചില്ല. വൈ? ബിക്കോസ് ഈ കാര്യങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വിഷയമല്ല ചില മനുഷ്യന്മാർക്ക് ഉണ്ട് കേട്ടോ. അതായത് ചെയ്യണ തെറ്റാണെന്ന് മനസ്സിലാക്കിയാലും നമ്മള് അനീഷ് പറയുന്നുണ്ട്, ഇപ്പൊ കുറെ ആൾക്കാർ എൻ്റെ ഇടയിലേക്ക് വരുന്നുണ്ട്. അനീഷ് അവിടെ ഒരു ഫൈറ്റിന്റെ ഇടയിൽ പറയുന്നുണ്ട്, സംസാരിക്കാൻ അറിയാനിട്ടല്ല, ചോദിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ട വേണ്ട വേണ്ടാന്ന് വെച്ചിട്ടാണ് ചോദിച്ചിട്ട് ആ ഒരു ബന്ധം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമിൽ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് വച്ചാൽ നമ്മൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോൾ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ നോമിനേഷൻ വരുമ്പോൾ, ജയിൽ നോമിനേഷൻ വരുമ്പോൾ ഇപ്പൊ ഷാനവാസ് പറഞ്ഞ മാതിരി തന്നെ ഒരു നോമിനേഷൻ സംഭവം അതിലേക്ക് നേരെ തെറ്റിദ്ധരിച്ചിട്ടേക്കണ മാതിരിയുള്ള പല പ്രശ്നങ്ങളും വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പിന്നെ അവിടെ പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും വേണ്ട, പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും. അതേപോലെ ലക്ഷ്മിയും ഇന്നലെ അതിലോട് പറയുന്നുണ്ടായിരുന്നു, പുള്ളി മാക്സിമം ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരു അറ്റാച്ച്മെന്റ് വരുമ്പോഴാണ്, നിങ്ങളുടെ കാര്യത്തിലാണ് ആള് കുറച്ചും കൂടി ഒന്ന് സ്ലോ ഡൗൺ ആയി പോകുന്നത്. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് ഭയങ്കര ലേറ്റ് ആണ് ഈ സംഭവം. പക്ഷെ എന്നാൽ പോലും ആദില ഇന്ന് കാലത്ത് നമ്മുടെ ഷാനവാസിനോട് പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് കളിച്ചോ, ഞങ്ങൾ ഒറ്റയ്ക്ക് കളിക്കും, സോ ഇത് നോമിനേറ്റ് ചെയ്യാം, ചിലപ്പോൾ ജയിൽ നോമിനേഷൻ വരാം, അപ്പോൾ നിങ്ങൾക്ക് എന്നെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം, അവിടെ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് സംഭവങ്ങൾ വയ്ക്കണ്ട, ഇത് ഗെയിമാണ്, ഇത് ബിഗ് ബോസ് ആണ്, അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ ഇടയിൽ വേറൊരു ഒരു ഹ്യൂമൻ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പ്രശ്നം വരും, ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രഗിളിങ് വരും. പക്ഷെ ഇത് തെറ്റല്ല, അല്ലെങ്കിൽ പിന്നെ ഓപ്പൺ ആയിട്ട് പറയണം. അപ്പോൾ തെറ്റ് കണ്ടാൽ തെറ്റും പറയണം. പക്ഷെ ചില സിറ്റുവേഷനിൽ ചില അറ്റാച്ച്മെന്റ് ബോണ്ടിങ് കാരണം നമുക്ക് ചിലപ്പോൾ ചെയ്തത് തെറ്റാണ്, പക്ഷെ എന്നാലും നമ്മൾ അവിടെ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ആളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഫേസസ് കണ്ടുപിടിക്കും. അപ്പോൾ അവിടെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരോടുമുള്ള വിഷയം വരുമ്പോഴാണ് ഷാനവാസ് ഏറ്റവും കൂടുതൽ ഡൗൺ ആവുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും പറഞ്ഞ് തീരുമാനമാക്കി സംസാരിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ അനീഷ് ആയിട്ടുള്ള വിഷയം, അത് അനീഷ് പറയുന്നു ഷാനവാസ് ഇവിടെ നിൽക്കണം, ഷാനവാസ് ഒരുപാട് ആഗ്രഹമുള്ള ആളാണെന്നുള്ളത്. അതേപോലെ തന്നെ ഷാനവാസ് ആദ്യം അനുവിന്റെ കാര്യം പറയുന്നു, അത് ശ്രദ്ധയില്ലാഞ്ഞിട്ടാണ്. പിന്നെ അഗെയിൻ അനീഷിന്റെ കാര്യം പറയുന്നു. എന്നാൽ ഇന്ന് അവര് തമ്മിൽ ബന്ധം നിർത്തി അടിച്ചു പിരിഞ്ചു. ഓക്കെ, ഇത് എത്രത്തോളം അടിച്ചു പിരിഞ്ഞാലും സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും നൂറായിട്ടുള്ള വഴക്ക് കഴിഞ്ഞതിന് ശേഷം അതിലെ നൂറെ പറ്റിയിട്ട് കുറ്റം എന്നോട് വന്നു പറഞ്ഞു എന്നുള്ള ഷാനവാസ് പറഞ്ഞ കാര്യം അനീഷ് അത് അവിടെ നിന്ന് മുഴുവൻ കേൾക്കുകയും അനീഷ് അത് ഇപ്പുറത്ത് വന്ന് പറയുകയും ചെയ്തു. അപ്പൊ അനീഷ് പറഞ്ഞത് എന്താണ്, ഷാനവാസിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന്. ഷാനവാസ് പറഞ്ഞ കാര്യം അനീഷ് ഇവിടെ വിളിച്ചു പറയുമ്പോൾ അനീഷിനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു ത്രെഡ് അവിടെ വർക്ക്ഔട്ട് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ ആക്ച്വലി ഇതിനകത്ത് ബ്രേക്ക് ചെയ്തു കാര്യങ്ങൾ, എടി ബോഡി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും അവിടെ ആകെ മൊത്തം ഷാനവാസ് ഇപ്പോ ഒരു എന്താ പറയാ, മൊത്തത്തിൽ ഒരു കിളിഞ്ഞോ പിളിഞ്ഞോ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാര്യം അയാൾ ചെയ്യുന്നതിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഒന്നും ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നതാണോ എന്നുള്ളത്. അതേപോലെ തന്നെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ അനീഷിന്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നു, അനീഷ് അതിനൊരു ഗെയിം സ്ട്രാറ്റജി ആക്കി എടുക്കുന്നു, ഇവർ തമ്മിലുള്ള ബന്ധം മൊത്തത്തിൽ തീർന്നു. പക്ഷെ അതിലും നൂറേം അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു സെന്റിമെന്റൽ കാർഡും സ്ട്രാറ്റജിയും എല്ലാം കൂടി വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു സ്പൈസി വളിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത്.